മുഖത്തെ ഞരമ്പുകൾ വലിച്ചു പിടിച്ചുകൊണ്ടുള്ള ആ സ്വരം ഒരു ഇടിമുഴക്കത്തോടെ അന്നേരം അവരുടെ കാതുകളിൽ തറച്ചു വീണപ്പോൾ തനിക്ക് കിട്ടിയ അടിയുടെ തരിപ്പിലും വേദനയിലും വനജ അയാളെ ദൃഷ്ടികൾ കൂർപ്പിച്ച് നിർത്തിയൊന്ന് നോക്കിപ്പോവുകയായിരുന്നു. എന്നിട്ടും തൻ്റെ നാടകം അവസാനിച്ചിട്ടില്ലെന്ന മട്ടിൽ വനജ വീണ്ടും അയാളെ വരുതിയിലാക്കാനായി പതിഞ്ഞ സ്വരത്തിലൊന്ന് വിളിച്ചു നോക്കി. ഏട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഏട്ടൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ. മിണ്ടിപ്പോകരുത്. ഏട്ടനോ? ആരുടെ ഏട്ടൻ? അങ്ങനെ ഒരു പരിഗണന ഇനി എനിക്ക് ആവശ്യമില്ല വനജേ. നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കിപ്പോൾ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഇനി ഈ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഒരിക്കൽ പോലും നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. അതിനുള്ള അവകാശമൊക്കെ ഇതോടെ അവസാനിച്ചു കഴിഞ്ഞു വനജേ. എൻ്റെ മക്കളെക്കാൾ ഏറെ ഞാൻ സ്നേഹിച്ചത് നിന്നെയും നിന്റെ മകളെയും ആയിരുന്നു. അതിനു കാരണം വേറൊന്നുമായിരുന്നില്ല. അച്ഛൻ ഒന്നായിട്ട് കൂടി നമ്മുടെ അമ്മമാർ എന്നും രണ്ടു പേരാണ്. എൻ്റെ അമ്മയുടെ വയറ്റിലല്ല നീ പിറന്നതെങ്കിലും എൻ്റെ അച്ഛൻ്റെ രക്തത്തിൽ പിറന്നവൾ തന്നെയല്ലേ നീ എന്ന പരിഗണനയും സ്നേഹവുമൊക്കെ ഞാൻ എന്നും സൂക്ഷിച്ചു വെച്ചിരുന്നത് എൻ്റെ ഈ ഹൃദയത്തിലായിരുന്നു. അമ്മ മരിച്ചു പോയതിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് തിരിച്ചറിഞ്ഞത് എനിക്കൊരു കൂടപ്പിറപ്പായ നിന്നെ കിട്ടിയപ്പോഴായിരുന്നു. എന്നാൽ ഞാൻ നിന്നോട് കാണിച്ച സ്നേഹവും ആത്മാർത്ഥതയും ഒന്നും നിനക്ക് എന്നോടില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വിശ്വംഭരൻ എന്ന നിന്റെ ഏട്ടൻ അതോടെ അവിടെ അവസാനിച്ചു കഴിഞ്ഞു വനജേ. ഇനിയൊരിക്കലും ഈ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ വീടിൻ്റെ ആ പടി നീ ചവിട്ടിയേക്കരുത്. പിന്നെ നീ അല്പം മുമ്പ് പറഞ്ഞിരുന്നല്ലോ, പാരമ്പര്യമായി കൈമാറി വന്ന സ്വത്താണ് ഞാനും എൻ്റെ മക്കളും കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതിൽ നിനക്കും കൂടി ഒരവകാശമുണ്ടെന്നല്ലേ നീ പറഞ്ഞു വന്നതിനർത്ഥം? ശരിയാ, പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൽ നിനക്ക് അവകാശമുണ്ട് വനജേ. അത് നിനക്ക് നമ്മുടെ അച്ഛൻ നേരത്തെ തന്നു കഴിയുകയും ചെയ്തു. പിന്നെ എനിക്കായി മാറ്റിവെച്ചു എന്ന് പറയുന്നതെല്ലാം ഞാൻ ചെലവാക്കുന്നത് എനിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ടി ആയിരുന്നില്ല. പകരം അനാഥാലയങ്ങൾക്കും ആശ്രമത്തിലെ പാവപ്പെട്ട അന്തേവാസികളുടെ എല്ലാ ക്ഷേമത്തിനും ചെലവിനുമൊക്കെ വേണ്ടിയാണ് ഞാൻ ആ പണമെല്ലാം നൽകിക്കൊണ്ടിരുന്നത്. ഇന്നും അത് മുടങ്ങാതെ തുടർന്നു പോകുന്നുമുണ്ട്. പിന്നെ എൻ്റെ മക്കളും ഞാനും അനുഭവിക്കുന്നതിൻ്റെ സന്തോഷം, അത് ഞാൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാ. അല്ലാതെ ആരും എനിക്ക് ദാനമായി തന്നതൊന്നുമല്ല. എൻ്റെ സ്വത്ത് എൻ്റെ മക്കൾക്കുള്ളതാണ്. അതാരും ഇനി കൈപ്പിടിയിലാക്കാമെന്ന് കരുതിയിരിക്കുകയും വേണ്ട. എൻ്റെ മകൻ കാരണം നിന്റെ മോൾക്കൊരു സങ്കടം ബാക്കി നിൽക്കരുതെന്ന് കരുതിയ അവൻ്റെ പേരിലുള്ളതെല്ലാം ഞാൻ ഇവൾക്ക് നൽകാമെന്ന് തീരുമാനിച്ചത്. അവനെ തള്ളിക്കളഞ്ഞ് ഇവളെ ഞാൻ ചേർത്ത് പിടിച്ചത് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ എൻ്റെ സ്നേഹം കൊണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷം തിരിച്ചറിയാൻ ഞാൻ ഒരല്പം താമസിച്ചു പോയി വനജേ. എൻ്റെ സഹോദരിയാണെന്ന പേരും പറഞ്ഞ് നിനക്ക് ഞാൻ അളവിലേറെ തന്നിട്ടും നിന്റെ അത്യാർത്തി ഇത്രത്തോളം വലുതാണെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി എനിക്ക് ആരോടും ഒരു സിമ്പതിയുമില്ല. നീ കാരണം എൻ്റെ അനന്തുവിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു കഴിഞ്ഞു. എന്നെയും രേണുവിനെയും വിട്ട് എൻ്റെ അച്ഛൻ ആ വീടിൻ്റെ പടിയിറങ്ങി പോവുകയും ചെയ്തു. എല്ലാറ്റിനും കാരണം നീ ഒറ്റൊരുത്തിയാണ്. പെങ്ങളോടുള്ള എൻ്റെ അമിതമായ സ്നേഹം ഇത്രയും കാലം എൻ്റെ കണ്ണുകളെ മൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സത്യം എന്താണെന്ന് എൻ്റെ മക്കളൊക്കെ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും എനിക്ക് മാത്രം ഇതുവരെ ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ പോവുകയായിരുന്നു. സത്യത്തിൽ എന്നൊരു മണ്ടനാക്കാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങളൊക്കെ കൂടി ചേർന്ന്, അല്ലേടി മഹാപാപികളെ. ദേഷ്യവും സങ്കടവുമെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് അയാൾ അത് പറഞ്ഞു തീർത്തതും പെട്ടെന്ന് അയാളുടെ ശരീരമാകെ വിയർത്തൊഴുകാൻ തുടങ്ങി. ഇരു ചെന്നിയിൽ നിന്നും വിയർപ്പൊഴുകി വരുന്നതിനിടയിലാണ് പെട്ടെന്നൊരു തളർച്ച അനുഭവപ്പെടുന്നത് പോലെ അയാൾക്ക് തോന്നിയത്. ഇനിയും തനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ലെന്ന് തോന്നിയ ഉടനെ അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങാനായി തിരിഞ്ഞു നടന്നു. ഈ നേരം അത്രയും ഭദ്രയും വനജയും ഒന്നും തിരിച്ചു പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാവുകയായിരുന്നു. തങ്ങൾക്ക് സംഭവിച്ചു പോയ അബദ്ധത്തെയും വിധിയെയും കുറിച്ച് സ്വയം ശപിച്ച് നിൽപ്പ് തുടരുമ്പോഴും അയാളോടുള്ള വനജയുടെ ദേഷ്യത്തിന് ശമനമൊന്നും ഉണ്ടായിരുന്നില്ല. പല്ലുകൾ കൂട്ടിക്കടിച്ച് ഒരു ക്രൂരമായ നോട്ടത്തോടെ അയാൾ പോകുന്നതും നോക്കി അവൾ നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് വിശ്വംഭരന് നേരെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. അതിനിടയിലാണ് ആ വീടിൻ്റെ വാതിൽപ്പടി കടന്ന് അവിടെ നിന്നും അയാൾ ഇറങ്ങുന്നതിനിടയിൽ തൻ്റെ നെഞ്ചിനൊരു കൊളുത്തിപ്പിടുത്തം അനുഭവപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നിയത്. ആ വേദന അസഹ്യമായി തോന്നിയപ്പോഴേക്കും വിശ്വം ആകെയൊന്ന് വിറച്ചു പോയിരുന്നു. ഇരു കണ്ണുകളിലേക്കും ഇരുട്ട് പടർന്നു പിടിക്കുക കൂടി ചെയ്തതോടെ
തനിക്കിനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവില്ലെന്ന് അയാൾ ഭയത്തോടെ തിരിച്ചറിയുകയായിരുന്നു. ആ തിരിച്ചറിവിന് അധികം താമസമുണ്ടായില്ല. അപ്പോഴേക്കും വിശ്വ അവിടേക്ക് കുഴഞ്ഞു വീണ് കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ആ കാഴ്ച കണ്ടുകൊണ്ടാണ് സുധാകരനും അവിടേക്ക് കയറി വന്നത്. ഉമ്മറത്ത് വീണു കിടക്കുന്ന വിശ്വത്തെ കണ്ട് പരിഭ്രമത്തോടെ സുധാകരൻ അവിടേക്ക് ഓടിയെത്തിയപ്പോഴേക്കും വിശ്വത്തിന്റെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഒച്ചയും ബഹളവും കൂട്ടി അയാൾ വനജയെയും ഭദ്രയെയും പുറത്തേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും അവർക്കാർക്കും തന്നെ അയാളുടെ ആ കിടപ്പ് കണ്ട് യാതൊരു മനസ്സലിവോ വിഷമമോ ഒന്നും തോന്നിയിരുന്നില്ല. ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന മനോഭാവത്തോടെ നോക്കി നിൽക്കുന്ന വനജയുടെ നേരെ കയർത്തുകൊണ്ടാണ് സുധാകരൻ അപ്പോഴേക്കും ബഹളം വെച്ച് തുടങ്ങിയത്. നീ ഇതെന്ത് കണ്ടു നിൽക്കുക വനജെ? വിശ്വം കുഴഞ്ഞു വീണ് കിടക്കുന്നത് നീയും കാണുന്നില്ലേ? വേഗം ചെന്ന് കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. എത്രയും പെട്ടെന്ന് വിശ്വത്തെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. മോളെ ഭദ്രേ, നീ അച്ചുവിനെ വേഗം വിവരം അറിയിക്കാൻ നോക്ക്. വിശ്വത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്കെന്തോ ആകെ പേടി തോന്നുവാ. തൻ്റെ ഭർത്താവിൻ്റെ പരിഭ്രമവും വെപ്രാളവും ഒന്നും വകവയ്ക്കാതെ വനജ അപ്പോഴും ഒന്നും കേട്ടില്ലെന്ന ഭാവത്തോടെ പെട്ടെന്ന് മുഖം തിരിച്ചതും കാര്യമൊന്നും മനസ്സിലാവാതെ അയാൾ വേഗം ഭദ്രയെ നോക്കി വിളിക്കാൻ തുടങ്ങി. മോളെ, വിശ്വത്തിന് ബോധം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എത്ര വിളിച്ചിട്ടും യാതൊരു അനക്കവും തോന്നുന്നില്ല. ഇങ്ങനെ ഒരവസ്ഥയിൽപ്പെട്ട രോഗിക്ക് പെട്ടെന്ന് ചെയ്യേണ്ട പ്രാഥമിക ചികിത്സ എന്താണെന്ന് മോൾക്ക് അറിയാവുന്നതല്ലേ? അങ്ങനെയെങ്കിൽ പിന്നെ നീ അത് ചെയ്യുമ്പോഴേക്കും ഞാൻ വേഗം അച്ചുവിനെ വിളിച്ച് വിവരം അറിയിക്കട്ടെ മോളെ. അച്ഛൻ്റെ യാചനയിൽ ഭദ്രയുടെ മനസ്സ് ഒരല്പം ചാഞ്ചാടിയെങ്കിലും അതൊന്നും അനുസരിക്കരുതെന്ന മട്ടിലാണ് പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വനജ അവളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചത്. എന്നാൽ ഇതെല്ലാം കണ്ട ദേഷ്യത്തിലാണ് സുധാകരനും കണ്ണു തുറപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ചാടി എഴുന്നേറ്റത്. എണീറ്റ് നിന്ന് അതേ സ്പീഡിൽ തന്നെ വനജയുടെ ചെവിക്കല്ല് നോക്കി അയാൾ ഒന്നങ്ങ് പൊട്ടിക്കുകൂടി ചെയ്തപ്പോൾ തൻ്റെ നേർക്ക് ആദ്യമായി കൈയുയർത്തിയ തൻ്റെ ഭർത്താവിനെ വനജ അന്നേരം ക്രൂരമായൊരു നോട്ടത്തോടെ ഇന്ന് നോക്കിപ്പോയി. എന്തൊരു ദുഷ്ട മനസ്സാടി നിന്റേത്! ജീവന് വേണ്ടി പിടയുന്നത് നിന്റെ സ്വന്തം കൂടപ്പിറപ്പാണെന്ന ചിന്ത പോലും ഇല്ലാതെയാണല്ലോടി നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇയാളങ്ങ് തീർന്നു കിട്ടിയാൽ പിന്നെ സ്വത്തൊക്കെ നിന്റെ പേരിൽ വരുമെന്ന് കരുതിയാണോടി നീ ഇങ്ങനെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും നീ ഒരു മനുഷ്യരൂപം കൊണ്ട രാക്ഷസിയാണ്, രാക്ഷസി. അയാൾ ചുണ്ടുകൾ വിറപ്പിച്ചത് പറയവേ വേഗം ഫോണെടുത്ത് അച്ചുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു തുടങ്ങി. കാര്യങ്ങളെല്ലാം അവനെ പെട്ടെന്ന് അറിയിച്ച ശേഷം അയാൾ വിശ്വത്തിനെ താങ്ങിയെടുത്തുകൊണ്ട് സ്വന്തം കാറിലേക്ക് കയറ്റിയിരുത്തി. പിന്നെ ഹോസ്പിറ്റലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വണ്ടിയുടെ സ്റ്റിയറിംഗ് അയാൾ വേഗത്തിൽ തിരിച്ചുവിട്ടു. ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ടെൻഷനോടെ നിൽക്കുന്ന സുധാകരൻ്റെ അടുത്തേക്കാണ് അമ്മയെയും മൃദുലയെയും കൂട്ടി അച്ചു പരിഭ്രമത്തോടെ നടന്നു വന്നത്. ഒബ്സർവേഷൻ റൂമിന് മുൻപിൽ നിൽക്കുന്ന സുധാകരനെ കണ്ടപാടെ രേണു കരഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയായിരുന്നു. എന്താ സുധാകര ഉണ്ടായേ? പെട്ടെന്ന് എന്താ വിശ്വേട്ടന് പറ്റിയത്? എന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ നീ എന്താ വിശ്വേട്ടനെ കൊണ്ട് വേഗം ഇവിടേക്ക് പോകുന്നത്? കരഞ്ഞു നിലവിളിച്ചുകൊണ്ടുള്ള രേണുകയുടെ ചോദ്യത്തിന് ഒന്നും പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയാതെ സുധാകരനും അന്നേരം ആകെ വിഷമിച്ചു നിന്നു. അത് പിന്നെ വീടിൻ്റെ ഉമ്മർത്ത് വീണ് കിടക്കുന്ന വിശ്വത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ ഞാൻ അന്നേരം കരുതിയിട്ടുള്ളൂ. അതുകൊണ്ടാ രേണുവിനോട് പോലും ഒരു വാക്ക് പറയാതെ ഞാൻ വേഗം ഇവിടേക്ക് കൊണ്ടുവന്നത്. രേണു പേടിക്കുന്ന പോലെ വിശ്വത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സമാധാനായിരിക്കേ. വാക്കുകൾ കൊണ്ട് സുധാകരൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അയാളുടെ മനസ്സ് നിറയെ വിശ്വത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ആവലാതി തന്നെയായിരുന്നു. എന്നാൽ അതൊന്നും അവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാതെയാണ് സുധാകരൻ അപ്പോഴും പരമാവധി എല്ലാവരെയും സമാധാനിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അന്നേരമാണ് താലിയുടെ സത്യത്തിൽ മുറുക്കി പിടിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥനയോടെ കരഞ്ഞിരിക്കുന്ന രേണുവിൻ്റെ മുഖം അയാളെ ആകെയൊന്ന് വേദനയിലാഴ്ത്തിയത്. അപ്പോഴും തൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ അയാളുടെ മനസ്സാകെ നേറിപ്പുകഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. സ്വന്തം ഏട്ടൻ്റെ അവസ്ഥയിൽ ഒരല്പം പോലും മനസ്സലിവ് തോന്നാത്ത തൻ്റെ ഭാര്യ ഒരു മനുഷ്യ സ്ത്രീയെ അല്ലെന്നോർത്തപ്പോൾ അയാൾക്ക് അയാളോട് തന്നെ വെറുപ്പ് തോന്നുകയായിരുന്നു. അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അച്ചുവും അവിടെ തന്നെ നിൽപ്പ് തുടരുന്നതിനിടയിലാണ് ഒബ്സർവേഷൻ റൂമിൻ്റെ ഡോറ് തുറന്നൊരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വരവ് കണ്ട ഉടനെ തന്നെ അച്ചു കാര്യങ്ങൾ അന്വേഷിക്കാനായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്
പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നു. ഡോക്ടർ, എൻ്റെ പേര് അശോക് നാരായണൻ എന്നാണ്. അകത്ത് കിടക്കുന്നത് എൻ്റെ അച്ഛനാ. ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്താൻ മാത്രം എൻ്റെ അച്ഛന് എന്താണ് സംഭവിച്ചത് ഡോക്ടർ? എനിക്കൊന്ന് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമോ ഡോക്ടർ? മിസ്റ്റർ അശോക്, അദ്ദേഹത്തിൻ്റെ നില കുറച്ച് അല്പം സീരിയസ് ആണ്. ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആർക്കും തന്നെ സാധിക്കില്ല മിസ്റ്റർ അശോക്. അദ്ദേഹത്തിന് സംഭവിച്ച ഒരു മേജർ അറ്റാക്ക് തന്നെയായിരുന്നു. ഒരു നിമിഷം വൈകിപ്പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ആപത്ത് സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചില്ല. അതുകൊണ്ട് ഇനിയും വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്കൊരു സർജറി നടത്തിയെടുക്കണം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ക്യാഷ് അടച്ചാൽ നമുക്ക് ഉടനെ തന്നെ സർജറി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്തു പറയുന്നു മിസ്റ്റർ അശോക്? കാര്യങ്ങളുടെ ഗൗരവം ഡോക്ടർ വിശദമാക്കിയപ്പോൾ തന്നെ അച്ചുവും അത് ശരിയാണെന്ന അർത്ഥത്തിൽ പെട്ടെന്ന് സമ്മതം അറിയിച്ചു. ഓക്കെ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞതുപോലെ അച്ഛൻ്റെ സർജറിക്ക് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പണം എത്രയായാലും കുഴപ്പമില്ല ഡോക്ടർ. എനിക്ക് എൻ്റെ അച്ഛനെ പഴയതുപോലെ തന്നെ വീണ്ടും തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ഞാൻ ഉടനെ തന്നെ അതിനുവേണ്ട ക്യാഷ് അടച്ചോളാം ഡോക്ടർ. ഓക്കെ. എങ്കിൽ പിന്നെ ഞങ്ങൾ അതിനുള്ള പ്രൊസീജിയേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ അച്ഛന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ധൈര്യമായിരിക്കൂ. ഡോക്ടർ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോയപ്പോൾ തന്നെ രേണുവിൻ്റെ പാതി ജീവൻ സ്തംഭിച്ചതുപോലെയായി തീർന്നു. ഒരു തളർച്ചയോടെ അവർ ആ ബെഞ്ചിൽ നിന്ന് അമർന്നിരുന്നപ്പോഴേക്കും തൻ്റെ മനസ്സിന് ഒരു തരം മരവിപ്പ് സംഭവിച്ചതുപോലെയാണ് രേണുവിന് അന്നേരം തോന്നിയത്. ഒന്നും മിണ്ടാതെയുള്ള അമ്മയുടെ ആ ഇരുത്തം കണ്ടപ്പോഴേക്കും അച്ചുവിൻ്റെ മനസ്സിനും വല്ലാത്തൊരു പേടി തോന്നിപ്പോവുകയായിരുന്നു.